ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ആയിട്ടാണ് വന്നത്. ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ചിന് വേണ്ടി ഞാനിതാ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം. എത്രമാത്രം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്രെഡ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതാ കുറച്ച് വെജിറ്റബിൾസും വേണം. അപ്പോൾ ഇവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, മല്ലിയിലയും പച്ചമുളകും. ഇത്രയും ഐറ്റമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം മല്ലി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ മുട്ട എടുത്തിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് അത് നമുക്ക് പൊട്ടിച്ചിടാം. അപ്പോൾ ഇത് 4 മുട്ട കൊണ്ടാണ് ഈ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. 4 മുട്ട ഇതാ ഈ ഒരു ബോളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എരിവ് നോക്കിയിട്ട് ചേർക്കണം. പിന്നെ ഇതാ 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മിക്സായാൽ മതി. ഇനി ഇതാ പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഇത് 4 മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 2 പേർക്കും നല്ല രീതിയിൽ തന്നെ വയറ് നിറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയിലും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ മുട്ടൻ്റെ ഈ കൂട്ടുണ്ടല്ലോ കുറച്ചായിട്ട് ഇതിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്തായിട്ട് ഇതാ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിളും നല്ല ചെറുതാക്കി വേണം കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾക്ക് ഇത് ആ ഒരു നല്ല ലെവലിൽ എത്തുക കേട്ടോ. പിന്നെ ഇതാ നമ്മളിതൊന്ന് ഇനി മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ തടി ആയിട്ട് വന്നാൽ നമ്മളിതിങ്ങനെ മടക്കി വരുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ചെറുതാക്കിയിട്ട് വേണം എല്ലാ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം മറ്റേ സൈഡേക്ക് നമ്മൾ ബാക്കിയുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, അതിലും കുറച്ചാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ബാക്കി ആ ഒരു സൈഡേക്ക് ഞാനിത് ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇട്ടില്ല, കാരണം നമ്മൾ കുറച്ച് വലിയ സൈസായിരുന്നു ബ്രെഡ്. അപ്പോൾ അത് മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകണ്ടെന്ന് ചോദിച്ച് ഫസ്റ്റ് ലെയർ കുറച്ച് കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതാ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിതിലേക്ക് കുറച്ച് ചീസും കൂടി ചേർക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ്. അപ്പോൾ മൊസറല്ല ചീസ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഒട്ടിപ്പിടിച്ച് നല്ല നിൽക്കാൻ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഭാഗം നല്ല വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതാ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നടുഭാഗത്ത് ഇങ്ങനെ വെള്ളലെല്ലാം ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു സൈഡും നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ അളവിലായിട്ട് ഒഴിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കയ്യിൽ വേണം കേട്ടോ നിങ്ങൾ എടുക്കാൻ. എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ അളവിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു സൈഡും നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകെല്ലാം ഇതിലേക്ക് ഇടുന്നത് ഒരുപാട് ഇടണ്ട. നമ്മൾ ചില്ലി ഫ്ലേക്സും പെപ്പറും ഒക്കെ ചേർത്തിട്ടുണ്ടതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് രണ്ടാമത്തെ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ലെയറിലും ചീസും ഇടുന്നുണ്ട്, വെജിറ്റബിൾസും ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബാറ്റർ ഫുള്ള് നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് എല്ലാ ബ്രെഡും ചീസും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് തീർന്നില്ല, മുട്ടേൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് തിരിച്ചിടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ അത് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ സൈഡേക്ക് നീക്കിയിട്ട് അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതൊന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു ഭാഗം നമ്മൾ അതൊന്ന് സീൽ ചെയ്തെടുക്കുന്ന പോലെ ആക്കുന്നതാണ് കേട്ടോ. പിന്നെ ആ ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ലെവലായിട്ടുണ്ടാവും.
പിന്നെ ഇതാ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് 2-3 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. എല്ലാം വെന്തത് തന്നെയാണ്, എന്നാലും നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് മറിച്ച് വിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം വെക്കണ്ട, ഒരു 2 സെക്കൻഡ് വെച്ചാൽ തന്നെ മതി. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. പക്ഷെ 4 മുട്ട ചേർത്താൽ വേണ്ട കുറച്ചും കൂടെ ലെയറായിട്ട് കിട്ടുന്നത് കേട്ടോ. നമ്മൾ 2 മുട്ടയൊക്കെ ചേർത്താൽ കുറച്ച് ചെറിയ ലെയർ ആവുന്നുള്ളൂ, അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡിലോട്ട് ഞാൻ കുറച്ച് മയോനൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മയോനൈസും ഒരു സൈഡ് കുറച്ച് കെച്ചപ്പും കൂടി ചേർത്തിട്ട്, അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഈ മുട്ടയുടെ പീസ് ഇതിൻ്റെ നടുവിൽ വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇത് നമുക്ക് ടോസ്റ്ററിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. ആ ഒരു ഉൾഭാഗം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. എഗ് സാൻഡ്വിച്ച് അധികം ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ ഈ ഒരു രീതിയിലും കൂടി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ എങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് അറിയാത്തതുകൊണ്ട് ലാസ്റ്റായിട്ട് ഇത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളികളെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഇത് 4 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കി. ആ ഒരു രീതിയിലും കൂടി ഒന്ന് എങ്ങനെയെങ്കിലും ആയിട്ട് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.